ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയരെ, ഇക്കഴിഞ്ഞ 11-ാം തീയതി ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ 58 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോഗ്രാഫ് അച്ചടിച്ചു വന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ വെനീസ്വലക്കാരി, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അവളുടെ ഫോട്ടോ ആണ് പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നത്. മരിയ കൊറീന മച്ചാഡോ എന്ന ജനാധിപത്യത്തിന് വേണ്ടി, അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അവർ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി. സർക്കാർ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവളെ തേടി വരിക. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, അവളുടെ ഫോട്ടോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. മനോഹരമായ ഒരു ജപമാല അവൾ ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതോടൊപ്പം ഒരു കുരിശും അവൾ അണിഞ്ഞിട്ടുണ്ട്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. ജപമാല പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി നമ്മൾ കരുതുന്നതിനൊരു കാരണം, അത് രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെയും അമ്മയുടെ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് ഒരു അവസരം കൂടിയായിട്ടാണല്ലോ ഒക്ടോബർ മാസം നമ്മൾ ആചരിക്കുക. പരിശുദ്ധ അമ്മയുടെ ജപമാല അത് ശക്തിയാണെന്ന്, അത് സന്തോഷമാണെന്ന്, അത് രക്ഷയാണെന്ന്, അത് സമാധാനമാണെന്ന് മരിയ കൊറീന മച്ചാഡോ വിശ്വസിച്ചിരുന്നു. അത് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസത്തിൽ കേരളമെമ്പാടുമുള്ള, പ്രത്യേകമായി എല്ലാ ദൈവാലയങ്ങളിലും പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. 2, 3, 4 ജപമാലകൾ വരെ ചെല്ലുന്നു. അങ്ങനെ ഒരു ആഘോഷമാണ്, ആത്മീയതയുടെ ഒരു ആഘോഷമാണ് ഒക്ടോബർ മാസം. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ആഘോഷമാണ് ഒക്ടോബർ മാസം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ പ്രചോദനവും ഏറെ പ്രോത്സാഹനവും ആത്മീയ ജീവിതത്തിന് വളർച്ചയും നൽകുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള, അവളുടെ മാതൃശക്തിയെക്കുറിച്ചുള്ള ഒരു വചനഭാഗം ഇപ്പോൾ ധ്യാനിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് തുടങ്ങുന്നത്. സംഭവം മുഴുവൻ ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സുപരിചിതമാണല്ലോ ആ സുവിശേഷ ഭാഗം. നമ്മളതിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ വീഞ്ഞ് തീർന്നു പോയത് അമ്മ അറിയുന്നു. അമ്മ യേശുവിനോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. ഒരു പ്രശ്നം നേരിട്ട് പരിശുദ്ധ അമ്മ കാണുകയും അത് അവൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത രീതി നമ്മളെ ഉറപ്പായും ചിന്തിപ്പിക്കേണ്ടതാണ്. അവൾ പറയുന്നതിനോട് ഈശോ പ്രത്യുത്തരിക്കുന്നത് അത്ര പോസിറ്റീവായിട്ടല്ല. സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈശോയോട് ഒരു മറുപടിയും അപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നില്ല. നിൻ്റെ സമയമാകുമ്പോഴേ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. നീ നിൻ്റെ ശിഷ്യന്മാരെയും നീ വരുന്നതിൻ്റെ പേരിൽ കുറേ കൂട്ടുകാരെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന കാരണം കൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കി ഞാനൊന്ന് പറയുകയാണ്. ആ നേരത്ത് നിൻ്റെ തത്വവിചാരങ്ങളൊന്നും എൻ്റെ അടുത്ത് അവതരിപ്പിക്കണ്ട. ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ ചെയ്യൂ. അങ്ങനെയുള്ള യാതൊരു പ്രതികരണവും പരിശുദ്ധ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. വീഞ്ഞ് തീർന്നു പോയത് ആഘോഷങ്ങളുടെ ഇടയിലെ വലിയ ഒരു സങ്കടകരമായ വസ്തുതയാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പോലും മനസ്സിലാകുന്നതാണ്. ഏതെങ്കിലും ഒരു വിവാഹത്തിന് നമ്മൾ ചെന്നെന്ന് കരുതൂ, അല്ലെങ്കിൽ വലിയൊരു ആഘോഷ പരിപാടിക്ക് നമ്മൾ ചെന്നെന്ന് കരുതൂ. അവിടെ ഗൗരവമായ ഇതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് കുറവ് വന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വേഗം തന്നെ
അതിൻ്റെ ഫോട്ടോ എടുത്തു. വാട്സാപ്പിൽ അത് വന്നു. വിമർശനങ്ങൾ ഒന്നൊന്നായി ആളുകൾ അതേക്കുറിച്ച് പറയാൻ തുടങ്ങും. കാലണക്കി കയ്യിൽ കാശില്ലാത്തവൻ എന്തിനാണ് ലോകരെ മുഴുവൻ വിളിച്ച് സദ്യ ഒരുക്കിയത് എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കും. കാര്യങ്ങൾ ശരിക്ക് അറിയാവുന്നവരെ വേണ്ടേ കലവറക്കാരായി കാറ്ററിംഗുകാരൊക്കെ ആയിട്ട് ഏൽപ്പിക്കാൻ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. ചിലപ്പോൾ നമ്മൾ പറയുകയും ചെയ്യും, ഒരു വാക്ക് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു, എത്ര നല്ല ആളുകളെ ഞാൻ കണ്ടെത്തി കൊടുത്തേനെ, വകതിരിവ് വേണ്ടേ? ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഒരു ആഘോഷത്തിന് കുറവുകൾ വന്നാൽ നമ്മളൊക്കെ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ മറ്റാരോടെങ്കിലും ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതോ അറിയിക്കുന്നതോ ആയി നമ്മൾ കാണുന്നില്ല. പരിഹരിക്കാൻ കഴിയുന്നവൻ്റെ അടുത്ത് ചെന്ന് അമ്മ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല, നീ ഇന്ന കാര്യമാണ് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന പോലുമില്ല. ഇനി ഒന്നും ഈശോയോട് കൂടുതലായി പറയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പറയുന്ന കാര്യത്തിൽ അവനത് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുള്ളതുകൊണ്ട് അവൾ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ജപമാല ചൊല്ലി രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നിർബന്ധമായും അനുസ്മരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ് പരിശുദ്ധ അമ്മ വിരൽ ചൂണ്ടുന്നത്. അവൻ പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണോ നമ്മൾ ജപമാല ചൊല്ലുന്നത്? അവൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണോ ആരാധനയിൽ പങ്കെടുക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? അവൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിനാണോ ഇന്ന് നമ്മൾ ഈ വചനഭാഗം തന്നെ ധ്യാനിക്കുന്നത്? അവൻ്റെ വാക്കുകൾ കേൾക്കുക, അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. അവൻ പറയുന്നത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അതാണ് ഏറെ ആവശ്യമായിട്ടുള്ള കാര്യവും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് അറിയുന്ന, അമ്മയെ ഒരുപക്ഷെ ഹൃദയത്തിൽ ആദരിച്ചിരുന്ന ഒരാൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം 10-ാം തീയതി അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചു. ക്രൈസ്തവ ആദർശങ്ങളുടെ പേരിലാണ് അയാൾ വെടിയേറ്റ് മരിച്ചത്. ദാരുണമായി കൊല ചെയ്യപ്പെട്ട ചാർലി ജെയിംസ് കിർക്ക് എന്നയാൾ പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. അയാൾ അവരുടെ മീറ്റിങ്ങുകളിലും അവരുടെ സഭായോഗങ്ങളിലും പലപ്പോഴും പറയാറുണ്ടത്രേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അർഹിക്കുന്ന പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ്. കത്തോലിക്കരുടെ വളർച്ചയ്ക്കും അവരുടെ നന്മയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം അവർ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ഈശോയുടെ അമ്മയെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ചെയ്യേണ്ടത് അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ രക്ഷാകര രഹസ്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ചതുപോലെ ധ്യാനിക്കുക. അവളുടെ പ്രതികരണം എന്തായിരുന്നോ അതായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കണം നമ്മുടെയും പ്രതികരണം. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, വിമർശനങ്ങളിലൂടെ, കുറ്റപ്പെടുത്തലുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ശാന്തത കാണിച്ചതുപോലെ നമ്മളും ശാന്തമായി കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിച്ചാൽ അത് സന്തോഷകരമായ അനുഭവമാണ് നമുക്ക് നൽകുക എന്ന് തിരിച്ചറിയുക. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന രക്തസ്രാവക്കാരിയുടെ ഒരു സന്ദേശമുണ്ട്. ലൂക്കാ സുവിശേഷം 8-ാമത്തെ അധ്യായം 48-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുക ഇങ്ങനെയാണ്: മകളെ, സമാധാനമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക, രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുക. രക്തസ്രാവക്കാരിക്ക് അങ്ങനെ മുക്തി പ്രാപിക്കാനുള്ള കൃപ കിട്ടി. അതിന് കാരണം എന്താണ്? അവൾ യേശുവിനെ തൊട്ടു. അവളുടെ മനസ്സുകൊണ്ട്, അവളുടെ ഹൃദയം കൊണ്ട്, അവളുടെ ആത്മാവ് കൊണ്ട്. മറ്റാരും യേശുവിനെ അങ്ങനെ തൊട്ടതായി ആ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുകയില്ല. രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന നമ്മൾ ശരിക്കും ചെയ്യുന്നത് അതുതന്നെയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയുടെ ഓരോ രഹസ്യങ്ങളിലൂടെയും ധ്യാനിച്ച് നമ്മൾ യേശുവിനെ തൊടുകയാണ്. അങ്ങനെ യേശുവിനെ തൊട്ടാൻ, അങ്ങനെ യേശുവിനെ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, മനസ്സുകൊണ്ട് സ്പർശിക്കാൻ ഈ ജപമാല ചൊല്ലുകലുകൾ നമ്മളെ സഹായിക്കേണ്ടതാണ്. അങ്ങനെ തൊടുന്ന സാഹചര്യമുണ്ടായാൽ നമുക്ക് കൃപ ലഭിക്കും. സമാധാനത്തിൻ്റെ കൃപ, നന്മയുടെ കൃപ, അനുരഞ്ജനത്തിൻ്റെ കൃപ, ക്ഷമയുടെ കൃപ, സ്നേഹത്തിൻ്റെ കൃപ. അങ്ങനെ തൊടാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ എല്ലാവരെയും
അവരുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷിച്ച് ഈശോയ്ക്ക് സ്വീകാര്യമായ കാഴ്ചവസ്തുക്കളായി സമർപ്പിക്കാൻ ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.